നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഡോജ് മേധാവിയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് കാണിച്ച ആംഗ്യത്തെ ചൊല്ലി വിവാദം. ഹിറ്റ്ലറിന്റെ കാലത്തുണ്ടായിരുന്ന നാസി സല്യൂട്ടിനോട് സാമ്യമുള്ള ആംഗ്യത്തിന്റെ പേരിലാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. നാസി സല്യൂട്ട് തന്നെയാണെന്നും അല്ലെന്നുമുള്ള രണ്ട് വാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി ട്രംപ് നടത്തിയ റാലിയിലായിരുന്നു മസ്ക് വിവാദ നാസി സല്യൂട്ട് നടത്തിയത്. പ്രസംഗത്തിലുടനീളം അമിത സന്തോഷവാനായി കണ്ട മസ്ക് ഇത് സാധാരണ വിജയമല്ലെന്നും ഈ വിജയം ഉണ്ടാക്കി തന്നതിന് ജനങ്ങൾക്ക് നന്ദിയെന്നും പറഞ്ഞു. തുടർന്നാണ് നാസി സല്യൂട്ട് നടത്തിയത്. ഇതിന് പിന്നാലെ സംസാരം തുടരുകയും ചെയ്തു. അമേരിക്കയിലെ ചരിത്ര അക്കാദമിക് മേഖലയിലെ പല വിദഗ്ധരും മസ്കിന്റെ ഈ നാസി സല്യൂട്ടിനെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ട്രംപ് അനുകൂലികളും മറ്റും മസ്കിനെ അനുകൂലിച്ചും രംഗത്തെത്തുന്നുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലേറിയ ഉടൻ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്കെതിരായ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. അമേരിക്കയിൽ ഇനി സ്ത്രീയെന്നും പുരുഷനുമെന്നുമുള്ള രണ്ട് ലിംഗവിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും മറ്റ് ലിംഗങ്ങൾ നിയമപരമായി അനുവദിക്കില്ലെന്നും ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അധികാരത്തിൽ കയറിയതിന് പിന്നാലെ ഇത് സംബന്ധിച്ച് ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കൂടാതെ അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് വലിയ കയ്യടിയാണ് വേദിയിൽ നിന്നും ലഭിച്ചത്. മെക്സിക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുമെന്നും നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. യുഎസിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഏറെ നിർണായകമാകുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. കൂടാതെ ബൈഡന്റെ സുപ്രധാന ഉത്തരവുകൾ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കുകയും ചെയ്തു. ബൈഡൻ പുറത്തിറക്കിയ 78 ഉത്തരവുകളാണ് അധികാരത്തിലേറിയ ആദ്യ ദിനം തന്നെ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്. ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണകൂടങ്ങളിലൊന്നായ ബൈഡൻ ഭരണകൂടത്തിന്റെ 78 വിനാശകരമായ ഉത്തരവുകൾ റദ്ദാക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ക്യാപിറ്റോൾ മന്ദിരം ആക്രമിച്ച പ്രതികൾക്ക് മാപ്പ് നൽകുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു. 1500 പേർക്കാണ് ട്രംപ് മാപ്പ് നൽകിയത്. ക്യൂബയെ ഭീകരവാദ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ബൈഡന്റെ ഉത്തരവും ട്രംപ് റദ്ദാക്കി. കൂടാതെ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും US പിന്മാറുന്നതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. COVID-19 മഹാമാരിയെ ലോകാരോഗ്യ സംഘടന തെറ്റായി കൈകാര്യം ചെയ്തുവെന്നാണ് ട്രംപ് പറയുന്നത്.